ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഷമാം ഷേക്ക്. ഷമാം ജ്യൂസ് അധികം ആർക്കും അങ്ങോട്ട് ഇഷ്ടമാവില്ല. എന്നാൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ. ആരോഗ്യത്തിൻ്റെ പവർ ഹൗസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ പഴങ്ങളിൽ ഒന്നാണ് ഈ ഷമാം. അതിനായി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ചവ്വരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാൻ വെക്കാം. കുതിർന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് പാലൊന്ന് കാച്ചിയെടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാത്രത്തിലെടുക്കാം. അതും കൂടെ ഒന്ന് കുറച്ച് പാലോ വെള്ളമോ ഒഴിച്ച് ഒന്ന് കലക്കിയെടുത്ത് ഇതും കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് ഈ തിളച്ച് വരുന്ന പാലിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി നല്ല തിക്കായി വരും. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് മേഡ് കയ്യിലില്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി. അതല്ല പഞ്ചസാരയും മിൽക്ക് മേഡും കൂടെ ഒരുമിച്ച് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മിൽക്ക് മേഡ് മാത്രമാണ് ഒഴിക്കുന്നത്. മധുരം പോരാന്നുണ്ടെങ്കിൽ പിന്നീട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചവ്വരി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരുന്നു. ഇനി അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ച ചവ്വരി കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഈ അരിപ്പയിലിട്ടൊന്ന് ഊറ്റിയെടുക്കാം. അരിച്ചെടുത്ത ചവ്വരി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ട് നമുക്ക് ഈ ചവ്വരിയുടെ കൂട്ടത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഞാൻ കുറച്ച് സിയാ സീഡ് കുതിരാൻ വെച്ചിരുന്നു. കുതിർന്ന് വന്നിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ മധുരം കൂടി നോക്കാം. മധുരം കുറച്ച് കുറവാണ്. ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് ഫ്രിഡ്ജിൽ തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായ ഷമാം എടുക്കാം. ഉള്ളിലെ അരിയൊക്കെ സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. തൊലിയൊന്നും പെടാതെ തന്നെ നമ്മൾ ഇതിനെല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അല്പം പോലും വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് നമുക്കൊന്ന് ആട്ടിയെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്
വളരെ രുചികരമായ സ്വാദിഷ്ടമായ ഷമാം ഷേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഫ്രൂട്ട്സോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.